എണ്ണ നയതന്ത്രത്തിൽ അമേരിക്ക ആകട്ടെ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അമേരിക്ക കെഞ്ചുകയാണിപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങ് എന്നത്. അതിനു പിന്നിലും ട്രംപ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ മെനയുന്നുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എണ്ണ വാങ്ങണമെന്ന് നിർബന്ധിക്കുന്നതിന് പിന്നിൽ മറ്റൊരു യുദ്ധതന്ത്രം കൂടിയാണ് ഉയരുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ കടുത്ത പരിഹാസവുമായാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ നേരത്തെ തന്നെ നിലപാടെടുത്ത വാഷിംഗ്ടൺ ഇപ്പോൾ ആകട്ടെ ഇറാന്റെ എണ്ണ വിപണി തടസ്സപ്പെടുത്തുന്ന കാര്യമാണ്, അതായത് റഷ്യൻ എണ്ണ വാങ്ങാൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്ന ആ ഒരു പരിഹാസമാണ് അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം ആഗോള ഊർജ്ജ വിപണിയെ ബാധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക ഇത്തരമൊരു നീക്കം അല്ലെങ്കിൽ ഇത് നടത്തുന്നതായി തന്നെ അബ്ബാസ് അരാക്ചി ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ മാസങ്ങളോളം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അമേരിക്ക ആകട്ടെ ഇറാനുമായുള്ള യുദ്ധമാകട്ടെ 2 ആഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളോട് എണ്ണ വാങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങൂ എന്ന തരത്തിലേക്ക് അത് കെഞ്ചുകയാണ് എന്നതാണ് ഇപ്പോൾ അരാക്ചി എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. റഷ്യക്കെതിരെ അമേരിക്കയുടെ പിന്തുണ ലഭ്യമാകുന്ന പ്രതീക്ഷയിൽ ഇറാനെതിരായ നിയമവിരുദ്ധ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ സർക്കാരിനെയും അദ്ദേഹം ഇവിടെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ദയനീയമായ നീക്കമാണ്. എണ്ണവില വർദ്ധിക്കുന്നതിന് റഷ്യയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്ന ഫിനാൻഷ്യൽ ടൈംസ് വാർത്താ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്താനായി തന്നെ മുതിർന്നിരിക്കുന്നതും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 അത് കടന്നതോടെയാണ് ട്രംപ് ഭരണകൂടം റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ കപ്പലുകൾ വാങ്ങാൻ വിവിധ രാജ്യങ്ങൾക്ക് 30 ദിവസത്തെ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്റെ നിലപാട് വ്യക്തമാക്കി ഇത്തരത്തിൽ പരിഹാസ രൂപേണ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ നയതന്ത്ര പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ നടത്തിയതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവായി തന്നെ പുറത്തു വരുന്നത്. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ ഇന്ത്യയെ അമേരിക്ക മാസങ്ങളോളം തന്നെ ബുദ്ധിമുട്ടിച്ചുവെന്നും ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക രാജ്യങ്ങളോട് കെഞ്ചുന്നു എന്നതാണ് ഇറാന്റെ വിദേശകാര്യ വക്താവായ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. യുദ്ധത്തെ പിന്തുണച്ചാൽ റഷ്യക്കെതിരെ അമേരിക്ക പിന്തുണ കൂട്ടുമെന്ന് യൂറോപ്പ് വ്യാമോഹമാണ് നടക്കുന്നത്. അതിനിടെ അബുദാബിയിലാകട്ടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇതിന്റെ ആക്രമണ ദൃശ്യങ്ങളടക്കം പകർത്തിയ 45 പേർ അറസ്റ്റിലായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇന്ധന പ്രതിസന്ധി കടുത്ത ആശങ്ക അവിടെ തുടരുകയാണ്. ഇന്ത്യക്ക് ആശ്വാസമായി 2 LPG ടാങ്കുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഇന്ത്യൻ ടാങ്കുകൾക്ക് ഹോർമൂസ് കടക്കാൻ അതായത് ഇറാൻ അനുമതി നൽകുകയാണ് ഉണ്ടായത്. ഇന്ത്യ അവിടെ സുഹൃത്ത് രാജ്യമാണ് എന്നും ഹോർമോസിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ ചരക്ക് നീക്കത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി അറിയിക്കുകയും ചെയ്തതാണ്. അതേപോലെ തന്നെ ശിവലിങ്ക്, നന്ദാദേവി എന്നീ LPG ടാങ്കുകൾക്കാണ് ഇന്ത്യ അനുമതി നൽകിയത്. കൂടുതൽ ഇന്ത്യൻ ടാങ്കുകൾക്ക് അനുമതി നൽകുന്നത് ഇറാന്റെ പരിധിയിൽ ഉണ്ട് അല്ലെങ്കിൽ പരിഗണനയിലാണ് എന്നും അവർ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഇറാൻ നാവികരെ അർമേനിയയിൽ എത്തിക്കുകയായിരുന്നുവെന്നും നാവികരെ കൊണ്ട് അവിടേക്ക് കൊണ്ടുപോയത് തുർക്കിയുടെ ചാറ്റേഴ്സ് വിമാനത്തിലാണ് എന്നതാണ് റിപ്പോർട്ട്. അതിനിടെ തന്നെ ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രസിഡന്റിനോട് മോദി ഇങ്ങനെ പറഞ്ഞതായി തന്നെ വ്യക്തമാക്കുകയാണ്. ഇറാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. നയതന്ത്ര തലത്തിലെ ഉചിതമായതെല്ലാം തന്നെ ചെയ്യുമെന്നാണ് മോദി അറിയിച്ചിരിക്കുന്നത്. അതേസമയം അതിനിടെ അമേരിക്കയും ഇസ്രയേലിനും ശക്തമായ മറുപടി നൽകിയതായി തന്നെ സജ്ജമാക്കിയ വിനാശകരം അല്ലെങ്കിൽ ഇത്തരമൊരു രീതിയിലേക്ക് ചില വിലയിരുത്തലുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നും ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ആ കടൽ പാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെടുന്നതായി തന്നെ വ്യക്തമാക്കുകയും 100 കണക്കിന് ഡ്രോൺ ബോട്ടുകളാണ് ഇറാൻ സൈന്യം വിന്യസിപ്പിച്ചിരിക്കുന്നതായി തന്നെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നതെന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.